നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി എന്ന ശക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതേ തുടർന്ന് ഹോസ്ദുർഗ് കോടതി പരിസരം ഇപ്പോൾ അതീവ സംഘർഷാത്മകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ സംഭവവികാസത്തോട് പ്രതികരിച്ച് BJP പ്രവർത്തകർ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം അവിടെ പ്രതിഷേധവുമായിട്ട് കോടതി വളപ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തങ്ങൾ ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധിക്കുമെന്നും നിലവിലെ കേസുകളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് തുടരുന്നതിന് യാതൊരുവിധ അവകാശവുമില്ലെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നു. ഈ പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവവും വ്യാപ്തിയും കണക്കിലെടുത്തുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് പോലീസ് ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ അടിയന്തരമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കോടതിയുടെ പ്രധാന കവാടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും മേഖലയിൽ വലിയ തോതിലുള്ള പോലീസ് സന്നാഹം ഒരുക്കുകയും ചെയ്തിരിക്കുകയാണ്. സാധാരണ കോടതി നടപടിക്രമങ്ങളൊക്കെ തന്നെ അവസാനിച്ചതിന് ശേഷമാണ് ഈ അസാധാരണമായ പോലീസ് നീക്കങ്ങൾ ആരംഭിച്ചത് തന്നെ. വൈകുന്നേരം 6:30 കോടതി പരിസരത്തെ യൂണിഫോമിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അധിക പോലീസ് സേനയെ വിന്യസിച്ചത്, നിരവധി പോലീസ് വാനുകളിലായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നതുമൊക്കെ തന്നെ കോടതിയിലേക്ക് കടക്കാനുള്ള ഇരു കവാടങ്ങളിലും സുരക്ഷാ വലയം തീർത്തതും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ ഹാജരാക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. DYSP ഉൾപ്പെടെയുള്ള ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നേരിട്ടെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഈ തീരുമാനം അറസ്റ്റ് സംബന്ധിച്ച വാർത്തകൾ പോലീസ് സ്ഥിരീകരിക്കുന്നതിന് മുൻപ് തന്നെ പുറത്തു വന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കപ്പെടുന്നു. നിലവിലെ സാഹചര്യത്തിൽ ക്രമസമാധാന പാലനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പോലീസ് അതീവ ജാഗ്രതയോടെയാണ് ഓരോ നീക്കവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായി എന്ന സൂചനകൾ ശക്തമാണെങ്കിലും സംഭവത്തിൽ ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. ഹോസ്ദുർഗ് പോലീസിൻ്റെ പിടിയിലായെന്ന നിലയിലാണ് ഇപ്പോൾ നിലവിലെ റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നത്. ഇന്ന് രാവിലെ കോടതിയിൽ കീഴടങ്ങാനായിട്ട് സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി വരുന്നതുവരെ കാത്തിരിക്കാനാണ് അദ്ദേഹത്തിൻ്റെ നിയമോപദേശക സംഘം തീരുമാനിച്ചിരുന്നത്. നിയമോപദേശം ലഭിച്ച ശേഷം ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാകാം അദ്ദേഹം ഇപ്പോൾ കീഴടങ്ങാൻ തീരുമാനിച്ചതെന്നാണ് നിഗമനം. പോലീസ് നിരീക്ഷണ പരിധിയിൽ തന്നെയായിരുന്ന രാഹുൽ കീഴടങ്ങാൻ കോടതിയിലേക്ക് എത്തുന്നതിനിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതാകാം, അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് പോലീസിൽ കീഴടങ്ങിയതാകാം എന്നിങ്ങനെ രണ്ട് സാധ്യതകളാണ് നിലവിൽ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. കോടതി നടപടികൾ സാധാരണയായിട്ട് വൈകുന്നേരം 5:30 അവസാനിക്കേണ്ടതാണ്. എന്നാൽ നിശ്ചിത സമയത്തിന് ശേഷവും മജിസ്ട്രേറ്റ് കോടതിയിൽ തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹാജരാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നതിൻ്റെ വ്യക്തമായ സൂചനയായി തന്നെ നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നു. കാരണം അവിടെ 1 മണിക്കൂറിലധികം വൈകിയും മജിസ്ട്രേറ്റ് മടങ്ങാത്തത് അറസ്റ്റ് നടന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ബലം നൽകുകയാണ്. എന്നിരുന്നാലും കോടതി പരിസരത്ത് തടിച്ചുകൂടിയ പ്രതിഷേധക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും സംഘർഷ സാധ്യത രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസ് തൽക്കാലം ഹാജരാക്കൽ നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ആവിഷ്കരിച്ചതായിട്ടും അനുമാനിക്കപ്പെടുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കുന്നത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. പ്രതിഷേധക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി മുദ്രാവാക്യം വിളിക്കുകയും തങ്ങളുടെ നിലപാട് അവിടെ തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടെ ക്രമസമാധാനം പാലിക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കോടതിയുടെ പ്രധാന കവാടം അടച്ച് സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ തീരുമാനിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷം പോലീസ് സേനാംഗങ്ങൾ ചില വാഹനങ്ങളിൽ തിരികെ പോകുന്ന ദൃശ്യങ്ങളും കാണാൻ സാധിച്ചു. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തൽക്കാലം പിന്മാറുന്നു എന്നതിലേക്ക് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു. ഈ സാഹചര്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വൈകി പ്ലാൻ B എന്ന നിലയിൽ മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ രാഹുലിനെ ഹാജരാക്കാനുള്ള സാധ്യതകൾ പോലീസ് ഒരുപക്ഷെ തേടുന്നുണ്ടാകാം. കോടതി പരിസരത്ത് ജനക്കൂട്ടം വർദ്ധിക്കുകയും കൂടുതൽ പ്രവർത്തകർ, മറ്റു പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ എത്തിക്കുന്നത് ഇപ്പോൾ പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഹാജരാക്കൽ പ്രക്രിയ വൈകിക്കാൻ സാധ്യതയുണ്ട്. പോലീസ് സംഘം ഇപ്പോൾ കൃത്യമായ നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്നും തടിച്ചുകൂടിയവർ പിൻവാങ്ങിയ ശേഷം ഹാജരാക്കൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവിടെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും അറസ്റ്റ് എവിടെ വെച്ച് നടന്നു, നിലവിൽ അദ്ദേഹം എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഹോസ്ദുർഗ് കോടതി പരിസരത്തെ നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.